ഹലോ, ഞാൻ കൈലാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്രോപ്പറായിട്ട് പാരീസിൻ്റെ സെൻറ്ററിലാണ്. പാരീസിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ പാരീസിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ദ്വീപുണ്ട്, ഇൽ ദ ലാ സിറ്റി എന്നാണ് പറയണത്. ഞാൻ ഇപ്പോൾ അവിടെയാണ് ഉള്ളത്. ഇവിടെ പറയണത് ഇൽ ദ ലാ സിറ്റി എന്ന് പറയണേ ഈ ഐലൻഡ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഹാർട്ട് ഓഫ് പാരീസ് എന്നാണ്. ഇവിടെ വന്നിരിക്കുന്നത് സെൻറ്റ് ഷാപ്പൽ എന്ന് പറയണ ഒരു ചർച്ചല്ല ശരിക്കും. അത് ഒരു 1200 പണി കഴിപ്പിക്കപ്പെട്ട ഒരു വലിയ ഇവിടുത്തെ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കെട്ടിടമാണ്. അത് ചർച്ചായിട്ട് പിന്നെ മാറി. ശരിക്കും അത് ലൂയിസ് എന്ന് പറയുന്ന ഒരു രാജാവാണത് പണി കഴിപ്പിച്ചത്. ആൾ പണി കഴിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അയാളുടെ നിധിശേഖരണങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം ചെയ്തത്. നിധിശേഖരണം എന്ന് പറഞ്ഞാൽ ആൾക്ക് വിലമതിക്കാനാവാത്ത, ഇപ്പോൾ അവിടെ യേശുവിൻ്റെ മുൾക്കിരീടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലത്തെ വിലമതിക്കാനാവാത്ത നിധികൾ സൂക്ഷിക്കാനാണ് അത് ചെയ്തത്. അപ്പോൾ അതാ ഞാൻ സെയിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റും സെയിൻ നദിയാണ്. ഞാൻ അപ്പോൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത്, എനിക്ക് ഫ്രീ ടിക്കറ്റായിരുന്നു. ഫ്രീ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 18-25 പ്രായമുള്ള എല്ലാവർക്കും ഇവിടെ ഫ്രീ ടിക്കറ്റാണ്. ഇവിടുത്തെ മിക്കവാറും ഹിസ്റ്റോറിക്കായിട്ടുള്ള എല്ലാ പ്ലേസിലും അവർക്കെല്ലാം ഈ 25 വയസ്സിനകത്താണെങ്കിൽ ഫ്രീ എൻട്രി ആയിരിക്കും. അത് പാരീസിൻ്റെ പ്രത്യേകതയാണ്. അതങ്ങനെ ഇപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പ്രത്യേകത അവിടെ വലിയ ഗ്ലാസ് പാനൽസ് ഉണ്ട്. ഇത് 1200 പണി കഴിപ്പിച്ച 1300 ആ ടൈമിൽ പണി കഴിപ്പിച്ചാണ്. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ വലിയ രീതിയിൽ ഗ്ലാസ് പാനൽസ് ഉണ്ട്. ഗ്ലാസ് പാനൽസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അത് ഓരോ കളറിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ നൂറ്റാണ്ടിൽ അങ്ങനെ കളറിൽ വളരെ മനോഹരമായിട്ട് ചെയ്തത് ഭയങ്കര സവിശേഷതയുള്ള സംഭവമാണ്. അപ്പം അത് പോയി കാണാം. ഞാനിപ്പോൾ ആ സെൻറ്റ് ഷാപ്പലിൻ്റെ അകത്ത് കയറി ഞാൻ കാണിച്ചു തരാം വ്യൂ എന്നുള്ളത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെൻറ്റ് ഷാപ്പലിൻ്റെ എൻട്രി എവിടെയാണ്. സെൻറ്റ് ഷാപ്പലിൻ്റെ അകത്ത് കയറി നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ചെറിയ ചെറിയ സൂനിയറൊക്കെ വാങ്ങിക്കുന്ന കടകളുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇവിടുത്തെ ഫ്രാൻസിലുള്ള പാരീസിലുള്ള എല്ലാ മ്യൂസിയത്തിലുള്ളതാണ്. ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാം. നമുക്കപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ മ്യൂസിയത്തിലുള്ള എല്ലാത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഈ സ്ക്രീനിൽ നിന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഓഡിയോ ഗൈഡിൻ്റെ സൗകര്യമുണ്ട്. ഏത് ലാംഗ്വേജ് വേണോ നമുക്ക് ചൂസ് ചെയ്യാം. അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഒരു €6 ഒരു €7 എന്തോ കൊടുക്കണം. ഓൺലൈനിൽ ആ വിലയാണ് കിടന്നത്. താഴത്തെ ഫ്ലോറിൽ ഈ ചർച്ചിൻ്റെ പഴയ റിമെയിൻസുകൾ എടുത്ത് വച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റ് ഷാപ്പലിൻ്റെ പഴയ റിമെയിൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ മോണ്യുമെൻറ്റ്സും ആ റെവല്യൂഷനിസ്റ്റ് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനും കാര്യമായിട്ട് കുറേ കുഴപ്പങ്ങൾ പറ്റി. ഞാനിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് ഇവിടുത്തെ എൻ്റെ മെയിൻ അട്രാക്ഷൻ. രസമുണ്ട് ഇടുങ്ങിയ സ്റ്റെയർ വേ നടക്കാൻ. എൻ്റെ അമ്മ മേലിലെത്തി. ഇതാണ് ആ ചില്ല് കൊട്ടാരം. ഇത് ഇതാണ് സെൻറ്റ് ഷാപ്പലിലെ ഗ്ലാസിൻ്റെ വ്യൂസ്. ഇത് കാണാനാണ് നമ്മൾ ഇതുവരെ വന്നത്. ഇത് പുറത്തിപ്പോൾ ചെറിയൊരു സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് ഈ ഗ്ലാസ്സിൽ ആ വെട്ടമടിച്ച് നല്ല ഷൈനിങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ 15 ഗ്ലാസ് പാനൽ വെച്ചാണ് ഈ ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. 15 ഗ്ലാസ് പാനലിലൂടെയും 1113 ഫ്രെയിമും എന്തോ വെച്ച് യേശുവിൻ്റെ കഥ പറയുകയാണ്.
ഭയങ്കര മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഗ്ലാസ് ഇവർ ഈ കളറൊക്കെ ഇത് 1200 1300 പണി കഴിപ്പിച്ചായതുകൊണ്ട് ഇതിൻ്റെ കളറൊക്കെ ഭയങ്കര പൊല്യൂഷൻ കാരണമൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രഞ്ച് ഗവൺമെൻറ് ഇതിനെ ഒരു ലബോറട്ടറി കണക്കാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഗ്ലാസ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുത്ത് ലോകത്ത് എല്ലായിടത്തു നിന്നുള്ള ഈ ഗ്ലാസിൻ്റെ ടെക്നീഷ്യൻസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ചെയ്തതാണ് ഈ റീസ്റ്റോറേഷൻ പരിപാടി. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ ഗ്ലാസ് എങ്ങനെ ഈ കളറൊക്കെ റീസ്റ്റോർ ചെയ്ത് പഴയ അതെങ്ങനെയെന്ന് ഇവിടെ നമുക്ക് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് വന്നുകൊണ്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഈ ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ 13ാം നൂറ്റാണ്ടിൽ ഇത്രയും നിറയെ കളറൊക്കെ വെച്ച് ഈ ഗ്ലാസ് ഈ പെയിൻറ്റ് ചെയ്തെടുത്തെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇവർ ഇത്ര സീരിയസ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഒറിജിനൽ കളറ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടത്. ഈയിടയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു 50 വർഷത്തിനകത്താവേ ഉള്ളൂ ഇത് ഇത്രയും കറക്റ്റായിട്ട് റീസ്റ്റോർ ആയിട്ട് വന്നിട്ട്. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇത് എനിക്ക് കറക്റ്റ് ഭയങ്കര വെർത്തായിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. ഗ്ലാസ് കണ്ടപ്പോൾ മേളത്തെ വ്യൂ ഒക്കെ എടുക്കാനായിരുന്നു. അത് സൂപ്പറായിരുന്നു. നമ്മൾ അത്ഭുതപ്പെടും കാണുമ്പോൾ. മുഴുവനും ഇത്രയും വലിയ ഗ്ലാസ്സും 13ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ കണ്ടാലും ഞെട്ടും. അതുപോലെ ഞാനിപ്പോൾ സെയിൻ്റെ അവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇത് സെൻറ്റ് ഷാപ്പയിൽ കണ്ടിറങ്ങി. ഇപ്പോൾ ഞാൻ ആ ഐലൻഡിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ പാരീസിൻ്റെ നടുക്കുള്ള ആ ഐലൻഡിൻ്റെ അവിടെ കൂടെ നടക്കുകയാണ്. ഞാൻ ഇപ്പോൾ 2 സൈഡും വെള്ളമാണെന്ന് കാണിക്കുക. ഇതിൻ്റെ ഒരു കോർണറിലോട്ട് ഞാൻ പോയി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 2 സൈഡും കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാരീസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പാരീസ് എന്ന് പറഞ്ഞാൽ ഈ ഇൽ ദെ ഫ്രാൻസ് എന്നാണ് ഈ പാരീസ് ഇൽ ദെ ഫ്രാൻസിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്ത് ഇവിടെയുള്ള ഒട്ടുമിക്ക മ്യൂസിയം ഇപ്പോൾ ലൂവർ ഉൾപ്പെടെ നമ്മൾ 25 വയസ്സിനകത്താണ് നമ്മൾ ഈ യൂറോപ്യൻ യൂണിയനിലാണ് താമസിക്കണേ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് 25 വയസ്സിനകത്ത് സ്റ്റുഡൻസാണ് കൂടുതൽ വരാറ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലായിടത്തും ഫ്രീ എൻട്രി ആയിരിക്കും. നമ്മളെ ഇവിടുത്തെ ID കാർഡ്, റെസിഡൻസ് കാർഡ് എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങും ഒരേ കണക്കാണ്. ഈ ആർക്കിടെക്ചറിൻ്റെ പേരാണ് ഹോസ്മാനിയൻ ആർക്കിടെക്ചർ. ഇന്ന് ഹോസ്മാൻ എന്ന് പറയുന്ന ആൾ ചെയ്തതാണ് ഇത് മൊത്തത്തിൽ. ഈ പാരീസ് സിറ്റിയുടെ ആ ഘടന അയാളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബിൽഡിങ്സിനെല്ലാം ഹോസ്മാനി ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ റെവല്യൂഷൻ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ മോണുമെൻറ്റ്സ് എല്ലാം തകർത്ത് ഇവിടെ മൊത്തവും ഒരുപാട് അസുഖങ്ങളും പകർച്ചവ്യാധികളൊക്കെ പിടിപെട്ട ആൾക്കാരെല്ലാം മരിച്ച് ഒരു വൃത്തിഹീനമായിട്ട് കിടന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ആ പ്രൗഢി നിലനിർത്താൻ വേണ്ടി ഹോസ്മാൻ എന്ന് പറയുന്ന ആൾ ഈ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ഈ പാരീസ് സിറ്റി മൊത്തവും റീഡിസൈൻ ചെയ്യും. വീണ്ടും ഇതിനെ മനോഹരമാക്കി എടുക്കുക. ഹോസ്മാനി ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴത്തെ ഫ്ലോറിൽ ഫുള്ള് കടകളായിരിക്കും. പിന്നെ രണ്ടാമത്തെ നിലയിൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ ഷോപ്പും, രണ്ടാമത്തെ നിലയിൽ കുറച്ച് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, പണക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഒരു നല്ല ബാൽക്കണിയൊക്കെ ഉള്ള ഒരു സൗകര്യമുള്ളൊരു കുറേ റൂംസ് ആയിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇവർക്ക് വേണ്ടി, ഈ പണക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സർവൻസിന് ബാക്കിയുള്ള 2 ഫ്ലോറും ഇതേപോലെ സർവൻസിന് വേണ്ടിയുള്ളതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഈ ആർക്കിടെക്ചറിൻ്റെ ആ ഒരു ഭംഗിയും കുറഞ്ഞു പോകും. ഇത് ഇൻസ്പയർ ആയിട്ടാണ് ബാഴ്സലോണയും ബാക്കി എല്ലായിടത്തും ആ രീതിക്ക് ഒരേ രീതിക്കുള്ള യൂണിഫോം ആയിട്ടുള്ള ബിൽഡിങ്സ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഹോസ്മാനി ആർക്കിടെക്ചർ ആയിട്ട് ഇൻസ്പയർ ആയിട്ടാണ്. പിന്നെ ഈ ഹോസ്മാനി ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്ട്രീറ്റിൽ ഇറങ്ങിയാലും ഏതെങ്കിലും ഹിസ്റ്റോറിക്കായിട്ടുള്ള മോണുമെൻറ്റ് അതിൻ്റെ അടുത്ത് കാണും. ആ സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ മെയിനായിട്ട് ആ ടൈമിലുണ്ടായിരുന്ന ആർട്ട് ദി ട്രയംഫൊക്കെയാണ്. ആർട്ട് ദി ട്രയംഫ് അപ്പോൾ മറ്റുള്ള ഏതെങ്കിലും സ്ട്രീറ്റിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് ആർട്ട് ദി ട്രയംഫിനെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു വ്യൂ കിട്ടും. ഇതാ എത്തി ഈ ഐലൻഡിൻ്റെ അറ്റത്ത്. ഇതെന്തോ മരം താന്നിരിക്കുന്നു, നിറയെ വള്ളിയുള്ളൊരു മരം. ഞാൻ അതാ എത്തിയിട്ടുണ്ട്. കണ്ട, ഇതാണ് ഈ ഐലൻഡിൻ്റെ എൻഡ്. 2 സൈഡിലും വെള്ളം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ളോഗ്സ്. ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.